എക്സ്പെസിന്റെ ഫിഫ്ത്ത് എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ എക്സ്പെസിന്റെ ഫിഫ്ത്ത് എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് നമ്മുടെ ഹൗസിന്റെ കുറച്ച് പണിയാണ്. നമുക്ക് കുറച്ച് ടൂൾസ് കളക്ട് ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഉണ്ടാക്കിയ സ്കെൽട്ടൺ ഫാമിലോട്ട് പോയിട്ട് ഞാൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മേളിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരു ബോൺ ഞാൻ കളക്ട് ചെയ്തുകൊണ്ട് വന്നതാണ്. 27 ബോൺ ആയിട്ടുണ്ട്. കുറച്ച് XP ആയിട്ടുണ്ട്. എന്നിട്ട് ഇനി അത് വെച്ച് നമുക്ക് ആ ഒരു ഏരിയയിലൊക്കെ അവിടെ കുറച്ച് മരം നട്ട് അത് നമുക്ക് ഇങ്ങനെ പൊട്ടിച്ച് കുറച്ച് വുഡ് കളക്ട് ചെയ്യാം. അത്യാവശ്യം സ്പ്രൂസ് ഞാൻ പോയിട്ട് കുറച്ച് ഡാർക്ക് ഓക്ക് ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് കുറച്ച് സാപ്ലിങ്സും കളക്ട് ചെയ്തു. നമുക്ക് അതിന് കാണിച്ച് രണ്ട് മൂന്ന് ആക്ഷൻ ഉണ്ടാക്കിയേക്കാം. ഓക്കെ സാർ, നമുക്ക് ആദ്യം ഡാർക്ക് ഓക്ക് വുഡ് അങ്ങോട്ട് വെച്ചാൽ ഓൾമോസ്റ്റ് നമുക്ക് ഇത്ര ഡാർക്ക് ഓക്ക് വുഡ് മതി. എന്താണ് അവർ ചെക്ക് ചെയ്ത് നോക്കണം. എന്തായാലും നമുക്ക് ഇനിയും വേണ്ട സ്പ്രൂസ് വുഡാണ്. അപ്പോൾ നമുക്ക് കളക്ട് ചെയ്യാം. നമുക്ക് ഈ സാപ്ലിങ് എടുത്തിട്ട് ഈ ബോണും ഇതും കൊണ്ടുവരാം. എന്താണ് ഡെയിൽ ആക്സ് ഉള്ളത് എടുത്തിട്ടാം. ഓക്കെ, എന്നിട്ട് ഇത് നമുക്ക് ഇത് ലെഫ്റ്റ് ഹാൻഡ് പിടിച്ചു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ടെസ്റ്റ് സൗണ്ട് ചെറിയൊരു ഇതുണ്ട്, നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് നൈറ്റ് ആകുമ്പോൾ പോകാനുള്ള അതിനും പറ്റണം. നമുക്ക് വെട്ടിയേക്കാം. നൈറ്റ് ആകുന്നുണ്ട്. നൈറ്റ് ആയിട്ടുള്ള ഇപ്പം ഇവിടെ ഇല്ല. നമുക്ക് അതിൻ്റെ കുറേ ഫുഡ് നമ്മൾ മൈൻഡ് ചെയ്തും കഴിഞ്ഞിട്ടുണ്ട്. ടെസ്റ്റ് മൈൻഡ് ചെയ്തിപ്പം നമ്മളിപ്പം കുറേ സബ്സിഡി നല്ല സ്റ്റാക്കി കാണിച്ചിരുന്നു. ഇപ്പം ഞാൻ വീണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. 8 മിനിറ്റ് എന്നൊക്കെ അതാണ് കുറച്ചുള്ളത്. ഇനി നമുക്ക് ഡാർക്കും കൂടി കുറച്ചുകൂടി കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ഇത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിച്ചു. എന്ന് വെച്ചാൽ ഈ ഒരു മെറ്റീരിയൽസ് കളക്ഷൻ ഇത്രയും മതിയാണെന്ന് തോന്നുന്നു എനിക്ക്. ഓക്കെ, ഇത്രയൊക്കെ നമ്മൾ ഇന്നത്തെ മെയിൻ ഫസ്റ്റ് ചെറിയൊരു പണിയായിരുന്നു. ഇവിടെ കുറച്ച് റിസോഴ്സസ് കളക്ട് ചെയ്യേണ്ടത്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വില്ലേജസിനെ കൊണ്ട് നമുക്ക് അയൺ ഫാം ഉണ്ടാക്കുകയും ചെയ്യാവുന്നത്. അതിന് മുമ്പേ ഉള്ള ഈ ഒരു ഫാം ഞങ്ങൾ കാണിച്ചത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഹൗസ് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ 5 മിനിറ്റ് കൂടി നമ്മുടെ ഹൗസിൻ്റെ ടോട്ടൽ പ്രിപ്പറേഷൻ അങ്ങ് റെഡിയാക്കി വെക്കാം. ഈ ഒരു ഇത്ര ഡേർട്ടില്ലേ ഇവിടെ ഉള്ളൂ, അത് ഫുൾ അങ്ങ് മൈൻഡ് ചെയ്തൊക്കെ ഇവിടെ ഫ്ലാറ്റ് ആക്കി വെക്കാം. ഈ എത്ര കോർഡിനേറ്റ്സ് 64 എങ്ങനെയാണോ 64 എവിടെയാണ് 64 എവിടെയാണ് കഴിഞ്ഞാൽ നമുക്ക് ഈ 67 തൊട്ട് ഈ 67 ഇതിലേക്കാണ് ഈ ഒരു ഏരിയ ഫുൾ ഉണ്ടാവേണ്ടത്. നമുക്ക് അങ്ങനെ ഇത് ഫ്ലാറ്റ് ആക്കി എടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന പോകുന്ന വീട് നല്ല ലാർജ്, അത്യാവശ്യം വലിയൊരു വീടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, നമ്മളവിടെ ഫ്ലാറ്റ് ആക്കിയിട്ട് റെഡി ചെയ്യാൻ. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഉണ്ടാക്കുന്ന വീടിൻ്റെ മോഡൽ ഞങ്ങൾക്ക് ലാസ്റ്റ് ഇതിൽ കാണിച്ചു തരാം. ഇത് നമ്മുടെ അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ അതിൻ്റെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
പിന്നെ നമ്മളിപ്പോൾ അത്യാവശ്യം റിസോഴ്സസ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചു, അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ. നമുക്ക് വേറൊന്നും ചെയ്യാനില്ലെന്നാണ് എൻ്റെ തോന്നുന്നത്. ഇനി നമുക്കിനി ഈ ഒരു അടുത്ത എപ്പിസോഡ് നമ്മൾ എന്തായാലും വീടിൻ്റെ പണി തീർക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ എപ്പിസോഡിൽ തന്നെ കുറച്ച് പണി സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് പ്ലാനുണ്ട്. അപ്പം നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ വീട് കഴിഞ്ഞാൽ ആ സെക്കൻഡ് അപ്പം തന്നെ നമ്മൾ അടുത്ത് വില്ലേജ് റിപ്പീറ്റർ പിന്നെ നേരെ വേണ്ട. പിന്നാണ് നമ്മളിനി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഫാക്ടറി ലാൻഡിൻ്റെ പണി നമ്മൾ തുടങ്ങണം. ആ രണ്ട് ഇപ്പം ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫാക്ടറി ലാൻഡിൻ്റെ ബിൽഡിംഗ് തുടങ്ങാം. ഞാനാണെങ്കിൽ ഈ ഒരു നമ്മുടെ വീടിൻ്റെ പണി കുറച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പം നമ്മളിത് ഞാൻ ഈ ഒരു ബിൽഡ് ചെയ്യുന്ന ഭാഗം ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണിച്ചേക്കാം ഗൈസ്. ഓക്കെ, ഞാൻ ബിൽഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഞാൻ എൻ്റെ വീടിന്റെ പണി ഇത്രയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കാണാൻ ശ്രമിക്കുന്നത്. നമ്മുടെ വീട് പണിഞ്ഞപ്പം ഇത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം ഇത് കുറച്ച് വലിയ മിസ്റ്റേക്ക് ആണ്. ഇത് ശരിയാക്കി എടുക്കാൻ നല്ല ടൈം എടുക്കും. അത് മാത്രമല്ല ഇന്നെനിക്ക് എഡിറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കൂടി ചെയ്യേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ബിൽഡിംഗ് നമ്മളിപ്പം ഇപ്പൊ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. നമ്മുടെ പ്രോഗ്രസ് ഒക്കെ റെഡി ആയിരുന്നു. ബാക്കി ഞാൻ അടുത്ത എപ്പിസോഡിൽ തന്നെ മാക്സിമം ഇതൊക്കെ ഫിക്സ് ചെയ്തിട്ട് ബാക്കി ബിൽഡ് ചെയ്ത് ഞങ്ങൾ അടുത്ത എപ്പിസോഡിലോ അല്ലെങ്കിൽ ഞാൻ അടുത്ത എപ്പിസോഡിൽ തന്നെ ഞാൻ എല്ലാം റെഡി ആക്കി നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അടുത്ത എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അതാണ് ചെറിയൊരു പ്രശ്നം പറ്റിയത്. ഇവിടെ ഒരു ബ്ലോക്കിന്റെ ഇതാണ് പറ്റിയത്. ബ്ലോക്ക് ശരിയാക്കി എടുക്കുന്നതിന്റെ ഒരു പ്രശ്നമായിരുന്നു. നമുക്ക് എന്തായാലും നമുക്ക് ആ വില്ലേജസിനെ ഒക്കെ കൊണ്ടുപോയി വരും. അപ്പൊ ഇപ്പം 1.21 വന്നൊരു ഫീച്ചർ നമുക്കിപ്പം ബോട്ട് ലീഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആ സ്ലൈം പോലെ എനിക്ക് മൈനിൽ പോയപ്പം അവിടെ സ്ലൈംസ് ഒക്കെ ഉണ്ട്. ആ ചങ്കിന് എനിക്കൊരു ഇത് കിട്ടി. അപ്പൊ ലീഡ് ഉണ്ടാക്കാൻ നമുക്ക് 5 സ്ട്രിങ്ങും വേണം, ഒരു സ്ലൈം ബോളും വേണം. പക്ഷെ നമ്മുടെ സ്ട്രിങ് 2 ഉള്ളല്ലോ. അയ്യോ, പണിയായ. പക്ഷെ നമ്മളിപ്പോ 2 സ്ട്രിങ്ങേ ഉള്ളൂ. ഇതുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. ലീഡ് ഇപ്പൊ സെർച്ച് ചെയ്ത് നോക്കിയാലും കാണിക്കത്തില്ല. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. 4 3 ഇതില്ലേ, താഴെ ഇപ്പൊ പോവാനും പറ്റത്തില്ല. അന്നൊരു കാര്യം ചെയ്യാം. ഇപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ എല്ലാം നോക്കാമല്ലേ. അതില്ലല്ലോ, ഇല്ല ഇല്ല. നമുക്ക് ഞാൻ ചെയ്യണം. ഇത്രേ സ്ട്രിങ്ങിന് കാര്യം വേറെ ഇപ്പൊ സ്ട്രിങ് കിട്ടാനില്ല. അപ്പൊ നമുക്ക് നേരെ എന്തായാലും എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ വല്ലതും നടന്നില്ല, നമുക്ക് നോക്കാം. ബാക്കി എല്ലാതൊക്കെ നോക്കാം. ഓക്കെ, നമ്മൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടിന്റെ പണി മീൻസ് ശരിയായിട്ടില്ല. അതെന്തായാലും നമുക്ക് പ്രോപ്പറായിട്ട് റെഡിയാക്കണം. അതൊക്കെ ചെയ്യേണ്ടത് തന്നെ. എന്നാലും നമുക്ക് എന്നാൽ ഇന്നത്തെ വീഡിയോ ചെയ്യേണ്ടി. ഇന്നത്തെ വീഡിയോ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ കാണുന്ന ടാറ്റ, ബൈ ബൈ.